ലോകത്തെ യുദ്ധരംഗത്ത് അല്ലെങ്കിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള തന്ത്രജ്ഞന്മാരെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ അമേരിക്കയേക്കാൾ മികച്ച രീതിയിൽ യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള, ആസൂത്രണം നടത്താൻ കഴിവുള്ള, റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് മാറിയിരിക്കുന്നുവെന്ന്. ഇതിനവർ രണ്ട് ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഒന്ന് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ രണ്ടാമത്തെ മറ്റൊരു ഉദാഹരണം 2019 അഭിനന്ദൻ വർദ്ധമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 2019 ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ തുടർന്ന് പാകിസ്ഥാൻ തിരിച്ചാക്രമിക്കാനായിട്ട് വരുന്നു. വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആകാശ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിനിടയിൽ ഒരു പാകിസ്ഥാന്റെ വിമാനത്തെ നമ്മളൊരു പഴയ വിമാനം ഉപയോഗിച്ച് തകർക്കുന്നു. എന്നാൽ ആ ഒരു പോരാട്ടത്തിൽ നമ്മുടെ ഒരു പഴയ വിമാനവും തകർന്നു വീഴുന്നു. അതിൽ നിന്ന് അഭിനന്ദൻ വർദ്ധമാൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും പാകിസ്ഥാനിലെ ജനങ്ങളുടെ പിടിയിലാവുകയും അവര് പട്ടാളത്തെ പിടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. വിംഗ് കമാൻഡർ ആയിരുന്ന അഭിനന്ദൻ വർദ്ധമാന്റെ ദൃശ്യങ്ങളടക്കം പാകിസ്ഥാൻ പ്രചരിപ്പിക്കുകയും വലിയ സംഭവമായിട്ട് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു. ഈ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പോയില്ല, വിട്ടുതരണമെന്ന് അപേക്ഷിക്കാൻ പോയില്ല, കർക്കശമായ ഒരു നിലപാടെടുത്തു. അഭിനന്ദൻ വർദ്ധമാനെ എത്രയും പെട്ടെന്ന് നിരുപാധികം ഇന്ത്യക്ക് കൈമാറണം. ഒരു ഡിമാൻഡും ഇല്ല എന്ന് വെച്ചാൽ പാകിസ്ഥാൻ പറയുന്ന ഒരു ഡിമാൻഡും അംഗീകരിക്കാൻ തയ്യാറല്ല. യാതൊരു ഡിമാൻഡും ഇല്ലാതെ കൈമാറിയില്ല എന്നുണ്ടെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. പിന്നെ ഇന്ത്യ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ശരിക്കും ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് നടന്നില്ല. ഈ കാര്യങ്ങൾ സത്യത്തിൽ വെളിപ്പെടുന്നത് ഈ പാകിസ്ഥാൻ പാർലമെന്റിലാണ്. പാകിസ്ഥാനിലെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് അയാസ് സാദിഖ് പാക് നാഷണൽ അസംബ്ലിയിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞു. അതായത് അന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു യോഗം പാകിസ്ഥാനിൽ കൂടി. അന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷി പങ്കെടുത്ത ഉന്നതതല യോഗത്തില് ഈ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, അഭിനന്ദൻ വർദ്ധമാനെ നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് വിട്ടയക്കുന്നതാണ് നമുക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഇന്ത്യ 9 മണിക്ക് നമ്മളെ ആക്രമിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സമയത്ത് പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ ഖമർ ജാവേദ് ബെജുവയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ ഒരു കരസേനാ മേധാവിയുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വലിയ സമ്മർദ്ദത്തിലും പരിഭ്രമത്തിലുമായിരുന്നുവെന്നുമാണ് അയാസ് സാദിഖ് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇന്ത്യ ആ സമയത്ത് സർവ്വസജ്ജമായിരുന്നു. അഭിനന്ദൻ വർദ്ധമാനെ കൈമാറിയില്ല എങ്കിൽ തുറന്ന യുദ്ധം, ഇന്ത്യൻ നേവിയും എയർഫോഴ്സും കരസേനയും എല്ലാം പൂർണ്ണ സജ്ജമായിരുന്നു. ഇതിനു പുറമെ പാകിസ്ഥാന് കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ നേരിടേണ്ടി വരുന്നു. അങ്ങനെയാണ് അഭിനന്ദൻ വർദ്ധമാനെ യാതൊരു ഡിമാൻഡുമില്ലാതെ ഇന്ത്യക്ക് പാകിസ്ഥാൻ കൈമാറിയത്. അപ്പൊ അവിടെ ഇന്ത്യ ഉപയോഗിച്ചത് ഭയപ്പെടുത്തുക എന്ന തന്ത്രം തന്നെയാണ്. പാകിസ്ഥാൻ ഭയന്നുപോയി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കർക്കശമായ നിലപാട് പാകിസ്ഥാനെ ഭയപ്പെടുത്തി. യുദ്ധത്തിൽ കൊണ്ട് തലവെച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ വഴങ്ങാൻ തീരുമാനിച്ചു. മുഖം രക്ഷിക്കാൻ ഞങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള സമാധാനത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഞങ്ങൾ വിട്ടയക്കുന്നു എന്ന തരത്തില് അവരുടെ മുഖം രക്ഷിച്ചുകൊണ്ട് സമാധാനകാംക്ഷികളായിട്ട് അവർ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യക്ക് കൈമാറി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പാകിസ്ഥാൻ ബന്ധപ്പെട്ടു. അപ്പോൾ ട്രംപ് പറഞ്ഞു, ഒരു രക്ഷയുമില്ല, മോദി കട്ടക്കലിപ്പാണ്, നിങ്ങൾ വിട്ടില്ല എങ്കിൽ യുദ്ധം ഉറപ്പാണ്, ഞാൻ കൂട്ടിയാൽ ഇതിപ്പോൾ കൂടില്ല. ചൈന പറഞ്ഞു, ഞങ്ങളുടെയും ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ആക്രമിക്കും, വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു യുദ്ധത്തിലേക്ക് പോകാതെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്, യുദ്ധത്തിലേക്ക് പോയാൽ ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ പാകിസ്ഥാനും ഉണ്ടാകും എന്ന് അവർക്ക് ബോധ്യമാവുന്നു. അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അടക്കം നഷ്ടപ്പെടുമോ എന്ന ഭയം. അതോടൊപ്പം തന്നെ ഒരിക്കൽ കറാച്ചി വരെ കയറിയവരാണ് ഇന്ത്യൻ സൈന്യം. ഇനി ഇന്ത്യക്ക് അത് കുറെ കൂടെ എളുപ്പമാണ്. പ്രത്യേകിച്ച് മോദിയെ പോലെ എന്തിനും തയ്യാറായിട്ടുള്ള ഒരു ലീഡർ ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇന്ത്യക്കില്ല, ഇന്ത്യൻ സൈന്യത്തിനില്ല. അവിടെ പാകിസ്ഥാൻ ഭയന്നിട്ടാണ് അഭിനന്ദൻ വർദ്ധമാനെ കൈമാറുന്നത്. അവിടെ ഇന്ത്യയുടെ തന്ത്രമാണ് നമ്മൾ കാണേണ്ടത്. ഭയപ്പെടുത്തേണ്ട സമയത്ത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഭയപ്പെടുത്തി. ഇനി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും നമ്മൾ അവരെ ഭയപ്പെടുത്തി. അവസാന റൗണ്ടില് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ ഭയന്ന് വിറച്ച പാകിസ്ഥാൻ ഇനി അടുത്ത ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ട് ഇന്ത്യ നശിപ്പിക്കുമോ എന്ന് വരെ അവർ പേടിച്ചുപോയി. അങ്ങനെയാണ് 56 തവണയാണ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെടാൻ പാകിസ്ഥാൻ ശ്രമിച്ചത്. നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴി, അവരുടെ ഹൈക്കമ്മീഷൻ വഴി, അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രിമാര് നേരിട്ട് അവരുടെ വൈസ് പ്രസിഡന്റിനെ പലതവണയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും മിലിറ്ററി ചീഫും വിളിച്ചത് എന്ന് വെളിപ്പെടുത്തിയത് നമ്മളല്ല, അമേരിക്ക തന്നെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് പുറത്തുവിട്ടുകൊണ്ട് ഇക്കാര്യങ്ങൾ സമ്മതിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിധത്തിൽ പാകിസ്ഥാൻ ഭയന്നുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇന്ത്യ പാകിസ്ഥാനെ വിറപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ അവർ ഭയന്നുപോയി.
ഇപ്പോൾ കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ സർവ്വതും നഷ്ടമാകുമെന്ന ഭീതി അവർക്ക് വന്നു. അങ്ങനെ പേടിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അപ്പോൾ എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ അമേരിക്കയ്ക്ക് കഴിയാത്തതും ഇതാണ്. ഇന്ത്യയുടെ ഈ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് അമേരിക്കയും ഇസ്രയേലും കൂടുതൽ മനസ്സിലാക്കണമെന്ന് അവരെ അവരുടെ രാജ്യത്തുള്ള പ്രതിരോധ വിദഗ്ധർ ഉപദേശിക്കുകയാണ്. അതായത് പല വിദേശകാര്യ വിദഗ്ധന്മാരും കരുതുന്നത് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ പലപ്പോഴും ലക്ഷ്യം കാണുന്നില്ല എന്നതാണ്. ഇറാനിലെ ഉന്നത നേതാക്കളെ ഓൾറെഡി അമേരിക്ക വധിച്ചു കളഞ്ഞു. അമേരിക്കയ്ക്ക് എനിക്ക് തോന്നുന്നു പറ്റിയൊരു മണ്ടത്തരം കൂടിയാണത്. ആയത്തുള്ള അലി ഖമൈനിയെ പോലെ ഒരാളെ ആദ്യമേ കയറി ഇങ്ങ് വധിച്ചതിലൂടെ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മാറി. എന്ന് വെച്ചാൽ അവർ ഇമോഷണലി എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭരണകൂടത്തോട് എതിർപ്പുണ്ടായിരുന്ന ആളുകൾക്ക് പോലും അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ മരണം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവര് ദേശീയതയിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഒന്ന് ഡബിൾ സ്റ്റാൻഡിൽ നിന്ന് മനസ്സും അടുത്ത് നിന്ന യുവാക്കൾ പോലും ഈ ആയത്തുള്ളയുടെ മരണത്തോട് കൂടിയിട്ട് ഇറാന്റെ ദേശീയ ബോധത്തിനൊപ്പം നിൽക്കുകയും അമേരിക്കയ്ക്ക് എതിരായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ അവിടെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. അപ്പൊ ഈ വിധത്തിൽ ഇറാനിലെ ജനതയെ കൂടുതൽ ഐക്യപ്പെടുത്തുന്നതിനാണ് ആയത്തുള്ളയുടെ മരണം കാരണമായത്. അപ്പൊ ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പറ്റിയൊരു വലിയ വീഴ്ചയാണ്. ഇവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. ഇന്നിപ്പോ ഇറാന്റെ ഭരണം എന്ന് പറയുന്നത് പലരുടെയും കൂടെ നിയന്ത്രണത്തിലാണ്. എന്ന് വെച്ചാൽ ഒരാൾ മാത്രം പറയുന്നത് അതേപടി അനുസരിക്കുന്ന ഒരു സിസ്റ്റം തൽക്കാലം ഇറാനിൽ ഇല്ല. ആയത്തുള്ള ഉണ്ടായിരുന്നെങ്കിൽ അവസാന വാക്ക് മൂപ്പരായിരുന്നു. മൂപ്പരെന്തായാലും സാമ്രാജ്യം തകർന്നു പോകാതിരിക്കാൻ, തൻ്റെ ജനങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചു പോകാതിരിക്കാൻ, രാജ്യം തകരാതിരിക്കാൻ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടേനെ. പക്ഷെ നിലവിലിപ്പോൾ സൈനിക മേധാവികളായിട്ടുള്ള ചിലര്, പിന്നെ ആയത്തുള്ളയുടെ മകൻ, അദ്ദേഹമാണ് പുതിയ സുപ്രീം ലീഡർ, അദ്ദേഹം, പിന്നെ പ്രസിഡന്റ്, പല പല അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ തീരുമാനങ്ങളിൽ ഏകോപനമില്ല, സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലം കാണുന്നില്ല. കാരണം ഇറാൻ ഒരുപാട് നഷ്ടപ്പെട്ടു. ഈ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തിനും തയ്യാറാകും. മറിച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇറാൻ ഒരുപാട് നഷ്ടപ്പെടാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇറാന്റെ പ്രധാനപ്പെട്ട പല വ്യക്തികൾ മരണപ്പെട്ടു, ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടം വന്നു, ഒരുപാട് ലോസ് അവർക്ക് ഓൾറെഡി ഉണ്ടായി. അപ്പൊ ഇനിയിപ്പോൾ ഇറാൻ എന്ത് നഷ്ടപ്പെടാനിരിക്കുന്നു? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി, എന്തായാലും എല്ലാം പോയി. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം, മരണം വരെ യുദ്ധം ചെയ്യാം എന്ന തരത്തിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ സെറ്റ് ആവുന്നതിന് ഒരു പരിധിവരെ കാരണം ഈ അമേരിക്കയുടെ തന്ത്രപരമായ വീഴ്ചയാണ്. ഇന്ത്യ പാകിസ്ഥാനിൽ കാണിച്ച മിടുക്ക് ഇവിടെ അമേരിക്കയ്ക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. അമേരിക്കയുടെ ഓവർ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ധിക്കാരപരമായിട്ടുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ ഞങ്ങളെന്ന ഭാവം എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ഭാവമൊക്കെ ഇവിടെ അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അമേരിക്ക പലപ്പോഴും വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾക്കും ദീർഘകാല യുദ്ധങ്ങൾക്കും മുൻഗണന കൊടുക്കാറുണ്ട്. ഇത് അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടവും തിരിച്ചടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടേത് കൃത്യമായ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം ഇന്ത്യ കാണിച്ച കൃത്യത വളരെ വലിയൊരു ഉദാഹരണമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ശത്രുവിന്റെ താവളങ്ങൾ തകർക്കുകയും അതേസമയം ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ ശത്രുവിനെ വെടിനിർത്തലിന് നിർബന്ധിതരാക്കുകയും ചെയ്തു. അത് ഇന്ത്യയുടെ തന്ത്രപരമായ വിജയമാണ്. അമേരിക്കയുടെ തന്ത്രങ്ങൾ പലപ്പോഴും സൈനിക ശക്തിയിൽ മാത്രം അധിഷ്ഠിതമായിരിക്കും. എന്നാൽ ഇന്ത്യ സൈനിക നീക്കത്തോടൊപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും കൃത്യമായിട്ട് ഉപയോഗിക്കും. അഭിനന്ദൻ വർദ്ധമാന്റെ കാര്യത്തിൽ സൈന്യത്തെ യുദ്ധസജ്ജമാക്കി നിർത്തുന്നതിനോടൊപ്പം ആഗോള തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും ഇന്ത്യക്ക് സാധിച്ചു. ഇത് പാകിസ്ഥാനെ കൂടുതൽ ഭയപ്പെടുത്തി. അമേരിക്ക പലപ്പോഴും എടുത്തിയാടി യുദ്ധങ്ങൾക്ക് പോകുമെങ്കിലും ചെയ്യാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെയാണ് ചെന്ന് കയറി കൊടുക്കുന്നത്. അത് അഫ്ഗാനിസ്ഥാനിലായാലും ശരി, ഇറാനിലായാലും ഇപ്പോൾ അത് തന്നെയാണ് അവസ്ഥ. എന്നാൽ അതേ സമയത്ത് ഡ്രോൺ സാങ്കേതിക വിദ്യ, AI അധിഷ്ഠിത നിരീക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ ഉപയോഗിച്ച സ്വാം ഡ്രോണുകളും നിരീക്ഷണ സംവിധാനങ്ങളും അമേരിക്കൻ സാങ്കേതിക വിദ്യയോട് കിടപിടിക്കുന്നതായിരുന്നു. അതായത് അമേരിക്കയുടെ പല നീക്കങ്ങളും പ്രദർശനപരമായ ഭീഷണികളിൽ ഒതുങ്ങിപ്പോവുകയും എന്നാൽ ഇന്ത്യ വാക്കുകളേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ശത്രുവിനെ പ്രകോപിപ്പിക്കാതെ തന്നെ അവർ ആക്രമിച്ചാൽ മാരകമായ തിരിച്ചടി ഉണ്ടാകുമെന്ന സന്ദേശം നൽകുന്നതിലൂടെ ശത്രുവിനെ ഭയപ്പെടുത്തി തന്നെ വിജയിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഒരു വലിയ സൂപ്പർ പവർ ആയിട്ടും പുല്ല് വിലയാണ് ഇറാൻ കൊടുക്കുന്നത്. അമേരിക്കയെ ഭയക്കുന്നില്ല. ഇതാണിപ്പോൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം. ഇത്രയൊക്കെ ആക്രമണം നടത്തിയിട്ടും അമേരിക്കയെ ഭയക്കുന്നില്ല. കാരണം അമേരിക്കയ്ക്ക് ഇറാനെ ഭയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ വിധത്തിൽ ഈ യുദ്ധം ആസൂത്രണം ചെയ്യുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനെ കൃത്യമായിട്ട് നമ്മുടെ കെണിയിൽ വീഴ്ത്തുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനും ഇറാനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇറാനേക്കാൾ ശക്തമായ രാജ്യമാണല്ലോ പാകിസ്ഥാൻ.
ഒരു ആണവ ശക്തിയും കൂടിയാണ്. അങ്ങനത്തെ ഒരു രാജ്യത്തെയാണ് നമ്മൾ വിറപ്പിച്ചത് എന്ന് ഓർക്കണം. ഉത്തര കൊറിയയിലോട്ട് ഒരു പൊട്ടാസ് വെടിവെക്കാൻ പോലും അമേരിക്കയ്ക്ക് പേടിയാണ്. കാരണം അവരുടെ കയ്യിൽ അമേരിക്ക വരെ എത്തുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്. നോട്ട് ദ പോയിന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്ക വരെ എത്തുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളത് കൊണ്ടാണ് ഉത്തര കൊറിയ തൊടാൻ അമേരിക്കയ്ക്ക് പേടി. ഇറാനെ കയറി അടിക്കാനുള്ള ധൈര്യം ഇറാൻ ഇതുവരെ ആണവായുധം ഉണ്ടാക്കിയില്ലല്ലോ എന്ന ആശ്വാസം കൊണ്ടാണ്. ഇവിടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നറിയോ? ഇന്ത്യയിലെ ഏത് കോണിലും എത്താൻ പറ്റുന്ന മിസൈലുകൾ എന്തായാലും പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. ആണവായുധം വിക്ഷേപിക്കാനുള്ള ശേഷിയുമുണ്ട്. പക്ഷെ എന്നിട്ടും അമേരിക്കയെ പോലെ നമ്മൾ പേടിച്ചിരുന്നില്ല. നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചു, ഒന്നല്ല പലവട്ടം. ഇപ്പോൾ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ആയിക്കോട്ടെ, അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള കാര്യങ്ങൾ എടുക്കൂ. നമ്മൾ ആക്രമിച്ചത് ഒരു ആണവ ശക്തിയാണ്. അമേരിക്കയുടെ ജമ്മത്ത് ഒരു ആണവ രാജ്യത്തിന് നേരെ ഒരു ആക്രമണം ഇതുപോലെ നടത്താനുള്ള ഒരു ധൈര്യം അമേരിക്ക കാണിക്കൂ? ശീതയുദ്ധ കാലത്ത് ഇപ്പോൾ ആക്രമിക്കൂ എന്ന് നമുക്ക് തോന്നി അമേരിക്ക സോവിയറ്റ് യൂണിയനെ, പക്ഷെ ആക്രമിച്ചില്ല. ഇപ്പോൾ ഉത്തര കൊറിയ ആക്രമിക്കാനുള്ള ധൈര്യമില്ല, ചൈനയെ ആക്രമിക്കാനുള്ള ധൈര്യമില്ല, ഒരു ആണവ ശക്തിയെയും ആക്രമിക്കാനുള്ള ധൈര്യം അമേരിക്കയ്ക്കില്ല. എന്നാൽ ഇന്ത്യയോ ആണവ ശക്തിയായിട്ടുള്ള ഒരു രാജ്യത്തെയാണ് നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിച്ചത്. പാകിസ്ഥാനെ മാത്രോ? നമ്മൾ ചൈനയെ ആക്രമിച്ചില്ലേ? 2020 ഗാൽവാൻ സംഘർഷം എന്താണ്? നമ്മൾ ചൈനയെ ആക്രമിച്ചില്ലേ? ഭയന്ന് നിന്നോ ചൈന ആണവ ശക്തിയാണെന്നും പറഞ്ഞുകൊണ്ട്? എന്നാൽ അമേരിക്കയോ ഉത്തര കൊറിയ കാണുമ്പോൾ മുട്ടിടിക്കും. പിന്നെ റഷ്യയോടൊക്കെ മുട്ടുന്ന കാര്യം പറയാനുണ്ടോ? ഇതാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ കുറെ പ്രദർശനങ്ങൾ നടത്തുക എന്നതിനപ്പുറം അമേരിക്ക ബേസിക്കലി ഒരു 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 ഭയത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന്. അമേരിക്ക മുമ്പ് അങ്ങനെ ആയിരുന്നു എന്ന അഭിപ്രായം എനിക്കില്ല, പക്ഷെ ഇന്ന് അങ്ങനെയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് എപ്പോഴും പറയേണ്ടി വരികയാണ്, ഞങ്ങൾ വലിയ ശക്തി, ഞങ്ങൾ പ്ലാനറ്റിലെ ഏറ്റവും വലിയ പവർ, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയേണ്ടി വരുന്നത് അവർക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറാൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് മൊത്തം പാളിച്ചകളാണ് പറ്റിയിട്ടുള്ളത്. സാമ്പത്തികമായ ചില നേട്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ഡോളറിന് കുറച്ചൊന്ന് കരുത്ത് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ അമേരിക്ക എന്ന് പറയുന്ന ശക്തിയുടെ ദൗർബല്യങ്ങൾ ലോകം കാണുകയാണ്. ഇറാന്റെ മുന്നിൽ അമേരിക്ക എന്ത് ചെയ്യണം എന്നറിയാതെ പതറിയിട്ടുണ്ട്. ട്രംപിന്റെ ആ ഒരു തെറിവിളിയും ഫ്രസ്ട്രേഷനും ഒക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരല്ല, അമേരിക്കക്കാരുടെ തന്നെ വീഡിയോകൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം. അവരാണ് പറയുന്നത്, അവിടെയുള്ള എക്സ്പേർട്സ് ആണ് പറയുന്നത്. ഈ അമേരിക്ക ഇറാൻ വിഷയത്തിൽ കാണിച്ചത് മണ്ടത്തരമാണ്. ഇങ്ങനെ ഒരു ലോങ് യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ബുദ്ധിയല്ല, മറിച്ച് നമ്മുടെ കാര്യം എളുപ്പത്തിൽ നേടി യുദ്ധത്തിലേക്ക് പോകാതെ നിൽക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അഥവാ പോയാൽ വിജയിച്ചേ വരാവൂ. ഇതുപോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പെരണ്ട് ഉരുണ്ട് നാണം കെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇതിപ്പോൾ ആണവായുധം ഉപയോഗിച്ചാലും അല്ലെങ്കിൽ കൊണ്ടുവന്ന് ആയിരക്കണക്കിന് ബോംബ് ഇറാനിൽ ഇട്ടാലും ഇറാൻ അങ്ങ് അടങ്ങി കൊടുക്കും എന്നാണോ? ഇറാൻ എന്ന് പറയുന്നത് ഒരു വലിയ ജനസംഖ്യയുള്ള ഒരു കോണ്ടിനെന്റിന്റെ സൈസുള്ള ഒരു വലിയ രാജ്യമാണ്. അവരെയൊക്കെ പോയിട്ട് അങ്ങ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളത് ട്രംപിന്റെ വ്യാമോഹം മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.